നമ്മളെ ബാലകൃഷ്ണേട്ടൻ്റെ വീട്ടിലേക്ക് പഴയകാല സിനിമ ഉണ്ട് പറഞ്ഞപ്പോൾ അതൊന്ന് കാണാന്നുള്ള. പഴയകാല സിനിമ ഇല്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് 1948 മുതൽ അദ്ദേഹത്തിൻ്റെ അച്ഛന് ഒരു കലാകാരനായിരുന്നു. ആ കലാകാരനായിട്ടുള്ള അദ്ദേഹം 48 മുതൽ കൂട്ടിയൊരുക്കി വെച്ച സിനിമാ പോസ്റ്ററുകളുടെ ഒരു ശേഖരം തന്നെയുണ്ട്. ഏകദേശം 500-600ഓളം പോസ്റ്ററുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹവും ഇത് ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം ഇതൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. നമുക്കൊന്ന് പോയി നോക്കാം. നമസ്കാരം. നിങ്ങൾ വീട് കണ്ടുപിടിക്കാൻ കുറച്ച് കൺഫ്യൂഷനായി. ഇപ്പോൾ പണി തീർന്നിട്ടുള്ളൂ. ഞങ്ങളെ വിളിച്ചിരുന്നു, കുറച്ച് സിനിമ പോസ്റ്ററുകളുടെ കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ അതൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാന്നുള്ള രീതിയിൽ വന്നതാണ്. അപ്പോൾ പിന്നെ ഇരിക്കാം അല്ലേ. ബാലകൃഷ്ണേട്ടൻ DMO ഓഫീസിൽ വർക്ക് ചെയ്യായിരുന്നു, ക്ലർക്കായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ബാലകൃഷ്ണേട്ടൻ അപ്പോൾ എത്ര അവിടുന്ന് റിട്ടയർഡായിട്ട്, DMOയിൽ നിങ്ങൾ റിട്ടയർഡായിട്ട്? ഞാൻ ജോലി ആദ്യം ക്ലർക്ക് ടൈപ്പിസ്റ്റായിട്ടായിരുന്നു എൻ്റെ നിയമനം. അത് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ തിരുവനന്തപുരത്ത് ആണ് ജോയിൻ ചെയ്തത്. അവിടെ 2-2.5 വർഷക്കാലം വർക്ക് ചെയ്തിട്ട് മലപ്പുറം കോട്ടപ്പടി താലൂക്ക് ഹോസ്പിറ്റലിലേക്കാണ് വന്നത്. അവിടെ ക്ലർക്ക് ടൈപ്പിസ്റ്റായിട്ട് തന്നെ ജോലി ചെയ്തു. പിന്നീട് DMO ജില്ലാ മെഡിക്കൽ ഓഫീസിൽ വർക്ക് ചെയ്തു. കൂടുതൽ കാലം വർക്ക് ചെയ്തത് ജില്ലാ മെഡിക്കൽ ഓഫീസിലാണ്, മലപ്പുറം. അതിനുശേഷം ആണ് പൂക്കോട്ടൂരിലേക്ക് വരുന്നത്. പൂക്കോട്ടൂരിൽ അപ്പോൾ ക്ലർക്ക് ടൈപ്പിസ്റ്റായിട്ട് തന്നെ വന്നു. അവിടുന്ന് പിന്നെ സീനിയർ ക്ലർക്കായിട്ട് ആണ് ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ചത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു 1948 മുതലുള്ള ഏകദേശം 500ഓളം ഈ സിനിമാ പോസ്റ്ററുകളുടെ, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ട്രെയിലർ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അന്ന് ഈ സിനിമ അറിയണമെങ്കിൽ ഈ അനൗൺസ് ചെയ്ത് വാഹനങ്ങൾ അതിൽ നിന്നും നോട്ടീസ് എറിയുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെ കളക്ട് ചെയ്താണ് 1948 പറഞ്ഞപ്പോൾ ബാലകൃഷ്ണേട്ടൻ എത്ര വയസ്സായി? എനിക്ക് 57 വയസ്സ്. 57. അപ്പോൾ ഈ 48 മുതലുള്ളത് എങ്ങനെ? അത് എൻ്റെ ഫാദറുടെ കളക്ഷനാണ്. ഫാദർ ഇങ്ങനെ നോട്ടീസ്, സിനിമ കാണാൻ താല്പര്യമുള്ള ആളാണ്. അങ്ങനെ ഫാദറുടെ കളക്ഷനിൽ നിന്നാണ് എനിക്ക് ആ കാലഘട്ടത്തിൽ 58, 57, 53 ആ കാലഘട്ടങ്ങളിലുള്ളത് എനിക്ക് ലഭിച്ചത് ഫാദറിൽ നിന്നുള്ള കളക്ഷൻ. ഫാദറും ഇതിനൊക്കെ എന്താ പറയുക, ഒരു കളക്ഷന് ഒരു ആഗ്രഹമുള്ള ഒരാളായിരുന്നു. ആഗ്രഹം ഉണ്ടായിരുന്നു. അത്രയും കാലം സൂക്ഷിച്ചു വെച്ചത്, അതുകൊണ്ടാണ് എനിക്കത് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്നുള്ള പ്രചോദനമായിട്ട് ഞാനും ഇതേപോലെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെ കളക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 500ഓളം നോട്ടീസുകൾ എൻ്റെ കൈവശം. ഇപ്പോൾ പ്രധാനപ്പെട്ട പോസ്റ്ററുകൾ നിങ്ങളടുത്ത് മലയാളം, ഹിന്ദി, തമിഴ് അല്ലേ, മറ്റു ഭാഷകളുണ്ടല്ല? മലയാളം, ഹിന്ദി, തമിഴ് അല്ലേ? ഇതിൽ പ്രധാനപ്പെട്ട സിനിമകൾ, പഴയ സിനിമകൾ, പ്രധാനപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ് ഇതിൽ? പഴയ സിനിമകൾ എന്ന് പറഞ്ഞാൽ രണ്ടിടങ്ങഴി, കൂടപ്പിറപ്പ്. അതായത് 1956 കൂടപ്പിറപ്പ് ഇറങ്ങുന്നത്. പ്രേം നസീറിൻ്റെ അനിയൻ പ്രേം നസീർ ആദ്യത്തെ പടം. അത് 1956 റിലീസാവുന്നത്. പിന്നീട് 1958 രണ്ടിടങ്ങഴി തകഴിയുടെ ആദ്യ നോവലാണ്. അത് തകഴിയുടെ ആദ്യ നോവലാണ്. 48 നോവൽ തകഴി. 53 എന്താണ് സിനിമ? ആദ്യത്തെ തകഴിയുടെ ആദ്യത്തെ വർക്കാണ് രണ്ടിടങ്ങഴി സിനിമ ആക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ഇപ്പോൾ കണ്ട പടം ഏതാണെന്ന്? അച്ഛൻ്റെ കൂടെ പോയത് കുമാരസംഭവം എന്നുള്ള സിനിമ. ഏത് വർഷത്തിലാണെന്നുള്ളത്? 70, 72 അങ്ങനെയുള്ള ആ സമയങ്ങളിൽ. അത് എവിടെയാണ്? നമ്മുടെ മഞ്ചേരി ശ്രീകൃഷ്ണ തിയേറ്ററിലായിരുന്നു. രാധാകൃഷ്ണ അല്ലായിരുന്നു? അല്ല, അന്ന് ശ്രീകൃഷ്ണ. ഏകദേശം എത്ര വർഷമായിട്ടുണ്ട് നമ്മുടെ ഈ ശ്രീകൃഷ്ണ രാധാകൃഷ്ണ എന്ന പേരിന്ന് മാറിയിട്ട്? അത് വ്യക്തമായിട്ട് അത് പറയാൻ വയ്യ. എങ്കിലും ഒരു 70 ആകുമ്പോഴൊക്കെ അത് മാറിയിട്ടുണ്ട്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമ കാണാൻ പോകുമ്പോൾ അന്നത്തെ ടിക്കറ്റ് റേറ്റ് നിരക്കുകൾ, അല്ലെങ്കിൽ അന്നത്തെ തിയേറ്ററിൻ്റെ ക്വാളിറ്റികൾ? എൻ്റെ ഓർമ്മയിൽ ഞാൻ തിയേറ്ററിൽ പോകുന്നത് ഒരു 35 പൈസ അങ്ങനെയുള്ള ആ ടിക്കറ്റ് നിരക്ക്. അത് 35 പൈസക്ക് എന്താണ് സർവീസുകൾ ഉണ്ടായാലും പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് മുതൽ? അത് ഫസ്റ്റ് ക്ലാസ്, അന്ന് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, ബെഞ്ച്, ഇങ്ങനെ 3
സീറ്റിംഗ് അറേഞ്ച്മെന്റ് തറയുണ്ടായിരുന്നു. ഈ തറക്കാണോ 35 ബെഞ്ചിനാണോ? ഇത് 35 അല്ല, 35 ബെഞ്ചിനാണ്. 15 പൈസ ബെഞ്ചിനാണ്. തറക്കാണെങ്കിൽ അതിൽ കുറയും. അന്നത്തെ സൗകര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൗകര്യങ്ങൾ ഇപ്പോൾ മഞ്ചേരി ഉണ്ടായിരുന്നത് ഇപ്പോൾ ശ്രീദേവി എന്ന് പറഞ്ഞ ഇത് ടാക്സി ഓലപ്പരയാണ്. ഈ ഓലപ്പര എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, ബെഞ്ച്, ഇങ്ങനെ ഈ 3 സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഈ നമ്മുടെ കസേര ആയിരിക്കും. കസേര എന്ന് പറയുന്നത് നമ്മൾ കാർഡ്ബോർഡൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെയുള്ള വലിയ കുഷനൊന്നും അന്നില്ല. അന്ന് ഫസ്റ്റ് ക്ലാസ് മാത്രമേ ചെറിയ രീതിയിലുള്ള കുഷൻ ഇതുള്ളൂ. ബാക്കി നമ്മൾ പിന്നെ ഹാർഡ് ബോർഡ് അടിച്ച കസേര ആയിരിക്കും. പിന്നെ ബെഞ്ച്, ഇങ്ങനെ ബെഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഇങ്ങനെ ഒരു പലക അടിച്ച് ഇരിക്കുക. എല്ലാവർക്കും ഒരേ ലെവലായിരിക്കും. ചിലപ്പോൾ ഒരാൾ ഇരുന്നുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് ബാക്കിലിരിക്കുന്നവർക്ക് കാണാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ചെരിഞ്ഞും മറിഞ്ഞും അങ്ങനെയൊക്കെ ആയിരിക്കും സിനിമ കാണുക. അതിൻ്റെ പേര് തന്നെ വഴക്കുകൾ ഉണ്ടാവാറുണ്ട്. കാരണം കാണുന്നില്ല, തല താഴ്ത്തടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് അങ്ങനെയാണെങ്കിലും തിയേറ്ററിൽ പോയി കാണുന്നതിന് നല്ലൊരു സുഖമുള്ള ഒരു പരിപാടിയായിരുന്നു. പിന്നെ അതേപോലെ അന്ന് ഈ ഇപ്പോഴത്തെ പോലെയല്ല കറണ്ട്, മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഈ കറണ്ട് പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഒക്കെ വരുമ്പോൾ എന്തായിരുന്നു അന്ന് തിയേറ്ററിൻ്റെ ഉള്ളിൽ? അന്ന് കറണ്ട് പോകുകയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ കറണ്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എപ്പോഴാണോ കറണ്ട് വരുന്നത് അപ്പോൾ അഥവാ അത്രയും സമയം ഈ സിനിമകളിൽ കാണാൻ ആൾക്കാർ കൂപ്പി വിളിച്ചിട്ടും ഒച്ച വിളിയിട്ടിട്ട് അങ്ങനെ നിൽക്കും. ചില ദിവസങ്ങളിൽ കറണ്ടില്ലാന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കൊടുത്ത് മടക്കി വെച്ചിരുന്നു. കാണികൾ മടക്കി വയ്ക്കും. അത് ആ ടിക്കറ്റിൻ്റെ പൊട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട്. പിന്നീട് ജനറേറ്ററൊക്കെ വന്നു. ജനറേറ്റർ വന്നാൽ പിന്നെ ഈ പ്രശ്നങ്ങളില്ലല്ലോ. അന്ന് പിന്നെ എന്താ പറയുക, വീടുകളിലൊക്കെ പഴയ ആളുകൾ വീടുകളിലൊക്കെ മൂട്ട കൊണ്ടുവരുന്നത് സിനിമകളെന്നാണ് നല്ല. അതെ, തീർച്ചയായിട്ടും. അത് മിക്ക വീടുകളിലും അത് മിക്കവാറും ആളുകൾ സിനിമയ്ക്ക് പോയിരുന്നു. ആ വീടുകളിലൊക്കെ മൂട്ടശല്യം, അത്രയും മൂട്ടകളുണ്ടായിരുന്നു അല്ലേ? ശരി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് ഒരു സിനിമയുടെ ഭാഗങ്ങൾ കാണണമെങ്കിൽ ഇതിൻ്റെ ടീസർ, ട്രെയിലർ ഇതെല്ലാം നമുക്കിന്ന് യൂട്യൂബിലും അതുപോലത്തെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. ഇത്രയും അധികം കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ 1948 മുതലുള്ള പ്രധാനപ്പെട്ട സിനിമകളുടെ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെയോ അതുപോലെ തന്നെ ഹിന്ദി, തമിഴ് സിനിമ നാഴികക്കല്ലുകളായ ഈ സിനിമയുടെയൊക്കെ പോസ്റ്റർ, ആ കളക്ഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. ചേട്ടാ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചരിത്രം തിരുത്തി കുറിച്ച സിനിമകളാണ്. നർഗീസിന്റെ മദർ ഇന്ത്യ 1957 റിലീസായത്. ഇത് എവിടെയാണ് കളിച്ചിട്ടുള്ളത്? മഞ്ചേരി രാധാകൃഷ്ണ. മഞ്ചേരി രാധാകൃഷ്ണ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഉണ്ടായിരുന്ന മഞ്ചേരി ശ്രീകൃഷ്ണയുടെ പഴയ പേരായിരുന്നു, ആദ്യത്തെ പേരായിരുന്നു രാധാകൃഷ്ണ എന്നുള്ളത്. ഈ മഞ്ചേരി ശ്രീകൃഷ്ണ ഇവിടെ ആദ്യത്തെ പേര് രാധാകൃഷ്ണ. ഈ മദർ ഇന്ത്യ ഇതിൽ നർഗീസും സുനിൽ ദത്ത്. അത് നർഗീസിന്റെ മകനായിട്ടാണ് സുനിൽ ദത്ത്. പിന്നീട് അവർ കല്യാണം കഴിച്ചത്. അവിടെ മക്കളാണ് ഇപ്പോൾ സംഗീതത്തിൽ അവരൊക്കെ ഉള്ളത്. പിന്നെ ചെമ്മീൻ അവിടെ കളിച്ചിരുന്നത് ചെമ്മീൻ മലപ്പുറം പെരുമാൾ ടാക്സിൽ 1965 ചെമ്മീൻ റിലീസായിട്ടുള്ളത്. ഇതിൽ എന്താ പറയുക, മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി കുറിച്ച സ്വർണ്ണ മെഡൽ കളിച്ചമ്മേ കൊച്ചു മുതലാളി കാര്യമായിട്ട് അല്ലേ? പിന്നെ ഇത് മോങ്ങം കവിതയിൽ ചെമ്മീൻ, മോങ്ങം കവിത. ഈ മോങ്ങം കവിതയൊക്കെ ഇപ്പോൾ ഉണ്ടായ സിനിമ. മോങ്ങം കവിത പെരുമാളില്ല. പെരുമാൾ എന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ആനന്ദ് തിയേറ്റർ ഉണ്ട്. ആനന്ദ് ഇപ്പോൾ അതും പൊളിച്ചു പോയി. പിന്നെ ഇത് ഡിലൈറ്റിൽ 1981 കോളിളക്കം അല്ലേ? കോളിളക്കം ജയൻ്റെ അവസാനം. പിന്നെ അങ്ങാടിയുടെ വേറെ ഈ അങ്ങാടി കൂടുതൽ കാലം പെരുമാളിൽ ഡിലൈറ്റിലും ഇത് കോളിളക്കം. ഇതാണ് അങ്ങാടി. അങ്ങാടിയിലാണ് ആ ഇതുള്ളത് അല്ലേ? ഡയലോഗ് ഉള്ളത്. അങ്ങാടി കുറേ കാലം അവിടെ കോളിളക്കം. പിന്നെ ജയന്റെ അവസാന സിനിമ 1981 അല്ലേ? അതില് പിന്നെ ജയന്റെ ശബ്ദം കൊണ്ടുകൊണ്ട് ആളാണ് കോളിളക്കത്തിൽ ആണ് മരിച്ചത്. ആലപ്പി അക്ഷരമാണ്.
മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ഇത് ഒരു കാര്യത്തൊക്കെ പറയുകയാണെങ്കിൽ അന്നത്തെ ആ സിനിമയുടെ മലയാള സിനിമയുടെ ഗതി മാറ്റിയ ഒരു സിനിമയാണ് ശങ്കർ മോഹൻലാലിൻ്റെ വില്ലനായിട്ട് വന്ന ശങ്കറിൻ്റെ രണ്ടാമത്തെ സിനിമ. ശങ്കറിൻ്റെ ആദ്യത്തെ സിനിമ ഒരു തമിഴായിരുന്നു. അതിൻ്റെ ശേഷമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഈ സിനിമയിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് കുടുംബ ചിത്രങ്ങളിൽ വളരെ വിജയിച്ചൊരു പടമാണ്. പിന്നെ ലിസ, ഒരു ഹൊറർ സിനിമ. മലയാളത്തെ ആദ്യത്തെ ഹൊറർ എന്ന് പറയാൻ പറ്റില്ല. ഇല്ല ആദ്യത്തെ ഹൊറർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഭാർഗവി നിലയം, അങ്ങനെയൊക്കെ. പോസ്റ്റ്മാനെ കാണാനില്ല. അന്നത്തെ കാലത്ത് ഒരു ക്രൈം ത്രില്ലർ, കുറ്റാന്വേഷണം, പടയോട്ടം. അന്നത്തെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യത്തെ 70mm സിനിമ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ അച്ഛനായിട്ടാണ് ഇതിൽ മമ്മൂട്ടി അഭിനയിക്കുന്നത്. ഒപ്പോൾ എന്ന് പറഞ്ഞാൽ 5 സംസ്ഥാന അവാർഡുകൾ, അതുപോലെ തന്നെ 2 ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. മാസ്റ്റർ അരവിന്ദനും ബാൽക്കൻ നായർ. നല്ലൊരു പടമായിരുന്നു. പാലാട്ട് കുഞ്ഞിക്കണ്ണൻ. വടക്കൻ പാട്ടുകളിൽ കൂടുതൽ ഇങ്ങനെ വന്നിരുന്നു. വടക്കൻ പാട്ടുകൾ സിനിമ വന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാ വടക്കൻ പാട്ട് സിനിമകളും വിജയിച്ചിരുന്നു. കാരണം കുടുംബം അടക്കി പോകുന്ന ഒരു സിനിമകളായിരുന്നു ഈ വടക്കൻ പാട്ടുകളിലെ സിനിമകൾ വരുന്നുണ്ട്. പാലാട്ട് കുഞ്ഞിന്, തച്ചോളി അമ്പു, ഉദയ സ്റ്റുഡിയോ. ഇല്ല, അങ്ങനെ ഇല്ല. ഉദയ സ്റ്റുഡിയോയിൽ നിന്നാണ് അങ്ങനെ. അത് അപ്പച്ചൻ ഇവരുള്ള കുഞ്ചാക്കോ, ബോബൻ കുഞ്ചാക്കോ, ഇവരൊക്കെയാണ് അത് ആദ്യം വന്നത്. ഈ ബോബൻ കുഞ്ചാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കുഞ്ചാക്കോ ബോബന്റെ അച്ഛൻ അല്ലേ? ശങ്കരാഭരണം. ഇതും ഇതുപോലെ തന്നെ കുറേ ചരിത്രം സൃഷ്ടിച്ച ഒരു നാഴികക്കല്ലാണ് ശങ്കരാഭരണം. അത് SP ബാലസുബ്രഹ്മണ്യൻ്റെ നല്ലൊരു പാട്ടുമുണ്ട്, ശങ്കര പാട്ട്. ശ്രീകുമാരൻ തമ്പിയുടെ തിക്രഷി, സുകുമാരി, അടൂർ ഭവാനി, ജഗതി ശ്രീകുമാർ. ഇത് മറിച്ച് നോക്കണി കുറേ ഉണ്ട്. കാഹളം. ഈ കാഹളം ഞാൻ ചെമ്മാട് ദർശനിയുടെ കണ്ട്. അന്നത്തെ കാലത്ത് ഈ സ്റ്റെൻഡിനൊക്കെ കൊടുക്കില്ല, ഡിഷും തരും. പക്ഷെ ഈ കാഹളത്തിലിരുന്ന് കഹോ കഹോ എന്നാണ് ഓരോ ഇടിയിട്ട് കഹോ കഹോ എന്നുള്ളൊരു എന്താ പറയുക ഒരു വോയിസ് മോഡുലേഷൻ കൊടുത്തത്. പെണ്ണൂരും പെട്ടാൽ അന്നത്തെ കാലത്ത് പടങ്ങൾ കുറേ ആ സമയത്തുണ്ടായിരുന്നു. പെണ്ണൂരും പെട്ടാൽ ഈ സർട്ടിഫിക്കറ്റുള്ള സിനിമയിലൊക്കെ പ്രധാന നടന്മാരാണെന്ന് അഭിനയിക്കുന്നത്. ഈ പ്രേം നസീർ പോലെ, പ്രേം നസീറും പിന്നെ അതേപോലെ അങ്ങനെയൊക്കെ ശീല പ്രധാന നടന്മാരാണെന്ന് ഈ സർട്ടിഫിക്കറ്റിൽ നടന്നത്. മരം, മഞ്ചേരി ശ്രീകൃഷ്ണയിൽ. ഇതിൽ കൂടുതലുള്ള മഞ്ചേരി ശ്രീകൃഷ്ണയിൽ പോസ്റ്ററാണ്. അത് നിങ്ങൾ ഇവിടുന്ന് നാട്ടിലായതുകൊണ്ട് അങ്ങനെ എല്ലാ പഠിക്കാനൊക്കെ എങ്ങനെയായിരുന്നു? അത്യാവശ്യം ഒരു ആവറേജ്. പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ സിനിമ കണ്ട് നടക്കുന്ന നിങ്ങൾ എങ്ങനെ പഠിച്ചു? DMO മീൻസ് DMO ഓഫീസിൽ പഠിപ്പ് അതിൻ്റെ കൂടെ കൊണ്ടുവരുന്നില്ലേ? കാരണം ഇത് അന്ന് സിനിമകൾ മാറിയിരുന്നത് അത് തിയേറ്ററിൽ വന്നിരുന്നു വെള്ളിയാഴ്ചകളായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച സമയങ്ങളിൽ കാരണം ഉച്ചയ്ക്ക് ഒരു 12:30 സ്കൂൾ വിടും. സ്കൂൾ വിട്ടിട്ടുണ്ടെങ്കിൽ നേരെ തിയേറ്ററിലേക്കാണ് പോവുക. എല്ലാ തിയേറ്ററിലും പോയിട്ട് അവിടെ നോട്ടീസുകൾ കളക്ട് ചെയ്യും. അത് സിനിമ ചിലപ്പോൾ കാണില്ല, പിന്നീട് സിനിമ കാണുള്ളൂ. ഞാൻ നടന്നു പോകും കോട്ടക്കൽക്ക്. ഇന്ന് പോയി കോട്ടക്കൽ പോയിട്ട് കോട്ടക്കൽ രാധാകൃഷ്ണൻ. അന്ന് ഈ സിനിമ ഹാളിൻ്റെ മുന്നിൽ ചായക്കടകളൊക്കെ ഉണ്ടാവും. ഈ ചായക്കടകളിൽ അവിടെ ഡിസ്പ്ലേ സ്ലൈഡ് ഉണ്ടാവും. സ്ലൈഡ് ഡിസ്പ്ലേ കാണാനായിട്ട് നടന്നു പോകും. 6 കിലോമീറ്റർ 7 കിലോ കൂച്ച സന്യാസി എന്നുള്ള ആ സിനിമ കാണാം. അതിൻ്റെ ആ സ്ലൈഡ് കാണാൻ പോകുന്നുണ്ട്. നമ്മുടെ ഇതേപോലെ തന്നെ അത് ഇതിനു മുമ്പ് ഇത് പോസ്റ്റർ വരുന്നത് ഒരാൾ ചെണ്ട കൊട്ടിയിട്ട് ഒരു പ്ലാക്കാർഡ് പിടിച്ചിട്ട് സിനിമയുടെ ഒരു പ്ലാക്കാർഡ് പിടിക്കും, ചെണ്ട കൊട്ടി അങ്ങനെ വരും. അങ്ങനെയായിരുന്നു അത് നോട്ടീസ് വിതരണം. അല്ലെങ്കിൽ അത് സിനിമയുടെ പരസ്യം ചെയ്തിരുന്നത് അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഓടും. പിന്നീട് ജീപ്പിൽ അനൗൺസ്മെൻ്റ് ആയിട്ട് പോകും. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ അത് ജീപ്പിൽ നിന്ന് ഇങ്ങനെ നോട്ടീസ് ഇങ്ങനെ വിട്ട് മഞ്ചേരി ശ്രീകൃഷ്ണയിൽ ആഗമനം. ഇത് ഭൂമി എന്ന സ്ത്രീ സത്രത്തിലേക്ക് എവിടെ നിന്ന് വരുന്ന നമ്മൾ ഇവിടെ എന്തു നേടുന്നു? ഈ സത്രത്തിലേക്ക് ആഗമനം. പച്ച വെളിച്ചം, എമ്മണി ആ ഭാഗത്തെ സമയത്ത് എന്താ പറയുക, ഒരു ലവ് സ്റ്റോറീസ് കുറെ എടുത്തിരുന്ന ഡയറക്ടർ എമ്മണി. മൂർഖൻ, ഇറ്റുപടാ ജയൻ. ഇത് പെരുമാളിലാണ്, മലപ്പുറം പെരുമാളിൽ. തടവറ ഒരു ഇറ്റുപട.
ചന്ദ്രകുമാർ, ചൂള, ചൂള സോമൻ്റെ മഞ്ചേരി ശ്രീകൃഷ്ണൻ, സോമനാണല്ലേ. താരകെ മിഴിയിൽ കണ്ണീരുമായി, താരകെ മിഴിതളിൽ കണ്ണീരുമായി, ആ പാട്ടുള്ള നല്ല നല്ല ജയചന്ദ്രൻ നല്ല. ശശികുമാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലയാളത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മലയാളത്തിൽ ഏറ്റവും അധികം സിനിമ സംവിധാനം ചെയ്തത് ശശികുമാർ ആയിരിക്കും അല്ലേ. ജോഷി, ശശികുമാർ ഇവരൊക്കെ. ആവേശം, ഓ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കോരിത്തെരിപ്പിച്ച സിനിമകളാണൊക്കെ. അന്തപുരം ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ്. അന്തപുരം പെരിന്തൽമണ്ണ സംഗീതയിലാണ്. സംഗീതം ഞാൻ കോട്ടക്കൽ ഇനിന്നാണ്ട്. ഇതാ ഇവിടെ ഒരു മലപ്പുറം ഡിലൈറ്റിൽ അടിമകൾ ഉടമകൾ. ഇത് കോഴിക്കോട് ഡേവിസണാണ്. ഡേവിസൺ ഇപ്പം ഡേവിസൺ ഇല്ല. അവിടുന്ന് അവിടെ പോയിട്ട് കളക്ട് ചെയ്തേക്കാം. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അങ്ങനെ കിട്ടുന്നതാണ്. ചുവന്ന ചിറകുകൾ, മോഹൻ, സോമൻ, ജയൻ, ജഗതി. അത് തിയേറ്ററിലേക്ക് സിനിമ കാണാൻ പോകുമ്പോൾ ആദ്യം തന്നെ അവരുടെ ആ പിന്നെ ഓഫീസിൻ്റെ അവിടെ പോകും. ഇന്ന് നോട്ടീസ് ഉണ്ടോ എന്ന് ചോദിക്കും. താരാട്ട്, ബാലേന്ദ്രമേനോൻ്റെ ആദ്യത്തെ പടമല്ലേ താരാട്ട്, 1982 അല്ലേ. നല്ലൊരു എന്താ പറയുക, ഫീൽ ചെയ്യണ, മനസ്സിൽ ഫീൽ ചെയ്യുന്നൊരു സ്റ്റോറി കേട്ടോ ഈ താരാട്ടമാണ്. എത്തീമ് അത് ചിലപ്പോൾ ഈ ഒഴിവ് സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഈ കഥാസാരം അത് ഇങ്ങനെ വായിക്കുന്നത് നല്ല രസമാണ്. നമ്മളെ അതുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിങ്ങനെ വെറുതെ രാത്രി കേൾക്കുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് അതിനൊക്കെ വായിക്കാൻ നമുക്ക് പ്രത്യേക ഒരു ആണ്. മൊയ്തു പടിയത്ത്, പി ഭാസ്കരൻ, ബാബുരാജ്. ഇതിൽ നല്ല പാട്ടുകളാണ്. രചന മൊയ്തു പടിയത്തല്ലേ ഇതിൻ്റെ. രക്തം ജോഷിയുടെ ആ സമയത്തുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഈ നസീർ, ഈ ജോഷി പടത്തിലുള്ള. ആ ജോഷി പടത്തിലുള്ള ആളാണ് നസീർ, എന്താ പറയുക, മധു, സോമൻ, ശ്രീവിദ്യയും ഉണ്ടാവും അതിൽ. പിന്നെ ഇവർ 4 പേരും മസ്റ്റായിരിക്കും. പിന്നെ മറ്റുള്ള നായികമാർ ഒക്കെ മാറ്റം വരുള്ളൂ. തന്തഗോപുരം, മലപ്പുറം പെരുമാൾ, പടയോട്ടം. പടയോട്ടം 35-ാം ദിവസം, 50-ാം ദിവസം, 100-ാം ദിവസം നന്നായി ഓടിയ പടമാണ്. നന്നായി ഓടിയ പടം. സത്രത്തിലൊരു രാത്രി. ഇത് ഞാൻ കണ്ടിട്ടുണ്ടോ അറിയില്ല. ഇതെന്താണ്, ഹൊററാണോ അതോ? ഹൊററല്ല, അല്ല, സാധാരണ ഒരു ശരിക്കൊരു സെക്സ് പടം പോലെയുള്ള ഒരു ഇതാണ്. കേണലും കലക്ടറും, ഇതൊന്നും പേര് കേട്ടിട്ടില്ല ഞാൻ. ഈ യുഗം ഇത് 83 സമയത്തുള്ളതാണ് അല്ലേ. മഞ്ചേരി നർത്തകിയിലാണ്. നർത്തകിയില്ല. അവിടെ ആദ്യത്തെ സിനിമ കള്ളിയങ്കാട്ട് നീല വന്നത്. ജെസിയുടെ പഴയ കുറേ ഹിറ്റ് പടങ്ങളെടുത്ത ഡയറക്ടറാണ് ജെസി. ഇതേതാ സിനിമ? ഇത് പ്രവാഹമായിരിക്കും. അല്ല, പുഴ. നല്ല പടമാണ്. അകലങ്ങളിൽ അഭയം. ഇത് ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കേൾക്കണതിനെ കുറിച്ച് തന്നെ. ഇത് മഞ്ചേരി കൃഷ്ണയിൽ ശ്രീകൃഷ്ണ. അതിനെ ശ്രീന്ന് ഇടാൻ മറന്നായിരിക്കും. 7-ാം കടലിനക്കരെ. അത് ഈ 7-ാം കടലിനക്കര എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്നൊക്കെ ഷൂട്ട് ചെയ്ത ജയന്. അത് അമേരിക്കയിൽ നിന്നാണ് ഇത് കൂടുതലായിട്ട് ഷൂട്ട്. മനസ്സൊരു മഹാസമുദ്രം, കുടുംബകഥ. അങ്ങനെയാണ്. മഞ്ചേരി ശ്രീകൃഷ്ണയിലാണ് അല്ലേ. പ്രദർശനം പതിവ് പോലെ. ഈ പ്രദർശനം പതിവ് പോലെ എന്ന് പറഞ്ഞാൽ അന്ന് 3 പ്രദർശനമായിരുന്നു. 3 ദിവസം. മാറ്റിനി, ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ. അന്ന് ഇതൊന്നും ഉണ്ടാവില്ലല്ലേ, ഇത് മോർണിംഗ് ഷോ. ചില സിനിമ അത് ഇങ്ങനെ വരുമ്പോൾ തന്നെ ചില മോർണിംഗ് ഷോ വേറെ, അത് മാത്രം മോർണിംഗ് ഷോ മാത്രം വേറെ സിനിമകളിൽ വരാറുണ്ട്. ലാവ, ഹരിഹരൻ്റെ സിനിമ. ഈ ഹരിഹരൻ മുമ്പ് ഇതുപോലത്തെ ഇത്തരത്തിലുള്ള പടങ്ങളൊക്കെ ഇട്ടുണ്ട്. പിന്നീട് നല്ല നല്ല ക്ലാസിക്കൽ പടം കിട്ടുന്നുണ്ട്. അല്ല, ഇതിന് ശേഷം പിന്നെ മൂപ്പര് ഹരിഹരന് കുറേ കോമഡിയിലേക്ക്, വികടകവി, അങ്ങനത്തെ കുറേ സിനിമയിലേക്ക് വന്നു. പിന്നെ അതിന് ശേഷമാണ് പിന്നെ ക്ലാസിക് സിനിമ ഇറങ്ങിയിട്ടുള്ളത്. കരിമ്പന, ജയന് സീമ. നല്ല പാട്ട് കരിമ്പനകൾക്കുള്ളിലും. കുറ്റവാളി സത്യൻ്റെ ആണ്. ഇന്ന് മലപ്പുറം ഡിലൈറ്റിൽ സത്യൻ, ശാരദ, ബാസി. നല്ല പടങ്ങളാണ്, 8 പടങ്ങളായിരുന്നു. അനുമോദനം, മഞ്ചേരി ശ്രീദേവി. ആക്രമണം. ഈ ആക്രമണം എന്ന് പറഞ്ഞാൽ ജയൻ്റെ പടമാണ്. ജയൻ മരിച്ചതിന് ശേഷം. ഇത് വലിയ നോട്ടീസാണ്, കുറച്ച് എളുപ്പമുള്ളതാണ്. ഇങ്ങനെയാണ്. എന്താ
അപ്പം അങ്ങനെ വരും. ജയൻ മരിച്ചതിന് ശേഷമാണ് ഇത് റിലീസ് മഞ്ചേരി ശ്രീദേവി. മരിച്ചതിന് ശേഷം അന്ന് ഈ ജയന് മരിച്ചതിൻ്റെ അതിൻ്റെ എന്താ പറയുക റീലായിട്ട് കാണിച്ചിരുന്നു ജയൻ്റെ ഈ അന്ത്യകർമ്മങ്ങളും മറ്റും ഒക്കെ. അപ്പോൾ അതിൽ പിന്നെ സഹനടന്മാരുടെ ഒക്കെ ബൈറ്റ് അതിലന്ന് കാണിച്ചിരുന്നു. അത്ര നല്ല സിനിമയാണ്. ഇതിലൊക്കെ ഈ ശബ്ദം ഈ ആലപ്പി അഷ്റഫാണ്. ഇന്റർവ്യൂ ഉണ്ട് ഉണ്ട് ഉണ്ട്. 4 പടത്തിന് മുമ്പ് ഇപ്പം ഞാൻ മരിച്ചതിന് ശേഷം ശബ്ദം കൊടുത്തിട്ടുണ്ടല്ലേ. പുഴയൊഴുകും വഴി മഞ്ചേരി ശ്രീദേവിയിൽ, കരിമ്പൂച്ച ഇതൊക്കെ ഒരു 84 ആയിരിക്കും അല്ലേ കരിമ്പൂച്ചൊക്കെ. അതായത് രതീഷ് മെയിൻ സ്ട്രീമിൽ നിന്ന് ഔട്ടായിട്ട് സൈഡിലൊക്കെ നിൽക്കുന്ന ആ ഒരു കാലത്താണ് ഒരു ഇനിയൊരു ജീവൻ കിട്ടുമെന്നുള്ള. ജയന്റെ ഒക്കെ ശേഷം അങ്ങനെയാണ് അതിന് ശേഷമാണ് രതീഷും ഭീമൻ രഘു ഒക്കെ വരുന്നത്. അതിൽ മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം രക്ഷപ്പെട്ടു പോയി. രതീഷ് ഇങ്ങനെ എന്താ പറയുക മെയിൻ സ്ട്രീമിൽ നിന്ന് കുറച്ച് ഔട്ടായി നിൽക്കുന്ന സമയത്താണ് ഈ ബേബി അതുപോലെ തന്നെ ഈ ക്രോസ് ബെൽറ്റ് മണി ഇവരൊക്കെ പടത്തിൽ അഭിനയിക്കാൻ തുടങ്ങി. പ്രേമാഭിഷേകം നല്ലൊരു സിനിമയാണ്. ഒരു കണ്ടിട്ടില്ല, സങ്കടകരമായിട്ടുള്ള ആരാധന. അത് 78 താറാവ്, തക്കിതമുന്തൻ താതാവ്, തകിത്തുമുന്തൻ താതാവ്, ജേസിയാണ്. ജേസിൻ്റെ പല പടങ്ങളും പല രീതിയിലാണ് ജേസിൻ്റെ. ഞാൻ കണ്ട പല പടങ്ങളും പല രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ എടുത്തിട്ടുള്ളത്. ഇന്ദ്രധനുസ്, കളിത്തോടെ, ഷീല, മഞ്ചേരി നർത്തകിയിൽ, 4 മണിപ്പൂക്കൾ, ഗുരുദക്ഷിണ, ഇടിയും മിന്നലും. പിന്നെ KS ഗോപാലകൃഷ്ണൻ്റെ ആണിത്. പിന്നീട് പിന്നെ അവർ പിന്നെ ഈ പടങ്ങളിലെ കുറേ ഇത് എടുത്തിട്ടുണ്ട്. KS ഗോപാലകൃഷ്ണൻ. ഇടിയും മിന്നലും, നസീർ, രതീഷ്, പ്രമീള, ടി ജി രവി, പിന്നെ ശ്രീവിദ്യ. വിഷു സിനിമ, വിഷു എന്നൊക്കെ ഒരു നിമിഷം തരും. അന്നൊക്കെ ഇങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളിൽ വിഷു, ബക്രീദ്, ഓണം, ഇങ്ങനെയൊക്കെ പ്രത്യേക സിനിമകൾ വരും ആ കാലത്ത്. ആ ഇത് മാത്രം ആ സമയങ്ങളിൽ. ഒരു നിമിഷം തരൂ, വിൻസെൻ്റ്, പ്രമീള, ജഗദീഷ് ശ്രീകുമാർ, കുക്കൃഷി, മീന, കൊച്ചിനാനിപ്പ. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു 70s കഴിഞ്ഞ് 80s അവർക്ക് ആ ഭാഗത്തേക്ക് കടന്നപ്പോഴേക്കും പിന്നെ ഈ എ സർട്ടിഫിക്കറ്റിൻ്റെ രീതി ഒന്നും മാറി. അന്ന് മെയിൻ സ്ട്രീമുള്ള ആക്ട്രസുകളൊന്നും ഇതിന് ഇത്തരം ഒരു കളർ ഇതിലേക്ക് മാറിയപ്പോൾ ഇതിൽ നിന്ന് എന്താ പറയുക ഈ മെയിൻ സ്ട്രീം നടികളൊക്കെ ഈ പ്രധാന നഗ്ന പ്രദർശനമൊക്കെ കുറെ കുറഞ്ഞു. അതിലുള്ള ഒരു ബ്രാൻഡായി മാറി. പിന്നെ ഈ പ്രമീള, പിന്നെ അതുപോലത്തെ സിൽക്ക് സ്മിത, അനുരാധ യുഗത്തിലേക്ക് കടന്നു. പിന്നെ ചുവന്ന ചിറകുകൾ, ഒരാൾ എൻ ശങ്കരൻ നായർ. ഈ ശങ്കരൻ നായർ എന്ന് പറഞ്ഞാൽ കുറെ പടെടുത്തിട്ടുണ്ടാവും. കുറവല്ലേ. സലിൽ ചൗധരി, ONV സലിൽ ചൗധരി, നല്ല പാട്ടുകൾ. രക്തം നമ്മൾ നേരത്തെ ഒന്ന് കണ്ടതാണ്. മൂർഖൻ, നല്ല ഹിറ്റ് പടം. ജോഷിക, ചന്ദ്രഹാസൻ, ജയിക്കാനായി ജനിച്ചവൻ, 78 അന്തർദാഹം, അങ്ങാടിക്കപ്പുറത്ത് IVSന്റെ 84 മമ്മൂട്ടി മോഹൻലാൽ 84. മുറ്റത്തെ മുല്ല ശശികുമാർ, കൽപ്പകവൃക്ഷം ശശികുമാർ, പ്രന്നസീർ, സോമന്, ജയഭാരതി, സുകുമാരൻ. ഇടനാഴിൻ്റെ ക്ലാസിക് മൂവിയായിരുന്നു. കോഴിക്കോട് സംഘം, ഉത്തരി അംഗം, കോട്ടക്കൽ രാധാകൃഷ്ണൻ. ഈ കോട്ടക്കൽ രാധാകൃഷ്ണ അത് ഏകദേശം 99-2000 വരെ ഉണ്ടായിരുന്നു ഒന്നാണ് അല്ലേ. ഞാൻ വേങ്ങര സ്കൂളിൽ പഠിച്ചിരുന്ന കോട്ടക്കൽ രാധാകൃഷ്ണക്ക് പോകും. കാരണം വേങ്ങര സ്കൂളിൽ പഠിച്ച് ക്ലാസ് കട്ട് ചെയ്തിട്ട് കോട്ടക്കലിന് വേങ്ങരന്ന് കക്കാട്ടിക്ക് 10 വയസ്സാണ് ST. അവിടുന്ന് ഇന്ന് നമ്മളെ കക്കാട് പാലം പൊടിഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പൊളിച്ചതാണ്.
അങ്ങനെ അവിടെ മൊയ്തീനാക്കാൻ്റെ കടവുണ്ട്, ആ കടവിൽ 25 ദിവസം. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ തരാറ്. അവിടെ കക്കാട്ടിക്ക് നടന്നിട്ട് കക്കാട്ടിൽ നിന്ന് കോട്ടക്കൽക്ക് 15 പൈസയാണ് ST. അതിന് പോയിട്ട് പിന്നെ അവിടെ ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ നടക്കണം രാധാകൃഷ്ണൻ. ആ രാധാകൃഷ്ണൻ സിനിമ കണ്ടിട്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കിരിങ്ങലൂർക്ക് നടക്കും, 5 കിലോമീറ്റർ നടക്കും. അന്ന് അവിടെ പോയിട്ട് കണ്ടിരുന്നു. അന്ന് നല്ല പടങ്ങൾ വരുന്നുണ്ട്. അല്ല കോട്ടക്കൽ ഇപ്പം ഞാൻ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് കോട്ടക്കൽ പെരിന്തൽമണ്ണ തിരൂർ ഇവിടെയൊക്കെ പോയി സിനിമ കാണും. ഈ രാധാകൃഷ്ണൻ പോയിട്ടില്ലേ? രാധാകൃഷ്ണൻ പോയിട്ട് കോട്ടക്കൽ ലീന രാധാകൃഷ്ണൻ ലീന ഉണ്ടായിരുന്നു. റെയിൻബോ, അരക്കള്ളൻ മുക്കാൽ കള്ളൻ, ലാവ, ബന്ധനം. MT വാസുദേവൻ നായർ കഥ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ബന്ധനം. ഇത് 82-ലാണ് 82-ലാണ് മലപ്പുറം ഡിലൈറ്റിലാണ് ഇത് കളിച്ചിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ സരസ്വതിയാണ്. ബാൽക്കണി 350, ഫസ്റ്റ് ക്ലാസ് 260, സെക്കൻഡ് ക്ലാസ് 189. ഈ 189 കണക്കെന്താ? 89 പറഞ്ഞാൽ 89 എടുക്കും. നമുക്ക് ബെഞ്ച് ഒരു പൈസ തരും നമുക്ക്. ബെഞ്ച് അത് എടുത്ത് പറയാൻ കാരണം താങ്കളെ അപ്പം അന്നത്തെ ആ ടിക്കറ്റ് നിരക്കാണ് പറയുന്നത്. ഇത് ഇതിഹാസം. ഓ, നല്ല ജോഷിൻ്റെ പടമാണല്ലേ? മൾട്ടി സ്റ്റാർ പടമാണ്. മൾട്ടി സ്റ്റാർ. സുമലത, ശ്രീവിദ്യ, ബാൻകെ നായർ. ഇനിയും പുഴ ഒഴുകും. ഇതൊരു ലവ് സ്റ്റോറിയാണോ? ഇഞ്ചി ജോൺ, ഐ വി ശശിൻ്റെ ഇനിയും പുഴ ഒഴുകും. പൊയ്മുഖങ്ങൾ ഇത് കുറേ പഴയതാണ്. എത്ര കൊല്ലം വയ്ക്കുന്ന പൊയ്മുഖങ്ങൾ? TK ബാലചന്ദ്രൻ. ഈ TK ബാലചന്ദ്രൻ ഒരു തമിഴ് അത് തമിഴ് സംവിധാനമാണ് അല്ലേ? TKB എന്ന് പറയും. TKB ആണ്. പ്രേം നസീർ ആണല്ലേ? ഇത് ഏത് വർഷമാണ് ഈ പൊയ്മുഖങ്ങൾ? 69-70 ഇങ്ങനെ ആ സമയങ്ങളിൽ, ആ കാലത്തായിരിക്കും അല്ലേ? പിന്നെ ഇത് രതി നിർവേദം. നല്ല ഓടിയ പടമാണ്, കുറേ ഓടിയ പടമാണ്. കാരണം അന്നത്തെ എന്താ പറയുക, ഒരു ചട്ടക്കൂടുകളൊക്കെ പൊളിച്ച് പുറത്തിറങ്ങിയ ഒരു പടമാണ് ഈ രതി നിർവേദം എന്ന് പറഞ്ഞത്. അതായത് കൃഷ്ണേന്ദ്രനാണ്. കൃഷ്ണേന്ദ്രൻ, ജയഭാരതി, പാട്ടുകാരൻ കൃഷ്ണേന്ദ്രൻ അഭിനയിച്ചു. ജയഭാരതി. പിന്നെ അതിനുശേഷം ഇത്തരം ഈ രീതിയിലുള്ള ഒരു കുറേ പടങ്ങൾ ഇറക്കാൻ ശ്രമിച്ചു, പക്ഷെ വിജയിച്ചില്ല. ഇത് ജോസ് കാവൽമാടം, ജോസ്, അംബിക, പപ്പു, ഉമ്മർ, സുകുമാരൻ അല്ലേ? അന്ന് ഈ ജോസ് എന്ന് പറഞ്ഞാൽ ഒരു കോളേജ് സുന്ദരനായിട്ടുള്ളൊരു നായകൻ. റഹ്മാനൊക്കെ വന്നമായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ അന്നത്തെ ഞാൻ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അടുത്ത കാലത്ത്. അപ്പോൾ ഒന്ന് കാണാൻ വരെ ക്യൂ നിന്നിരുന്നൊരു സാഹചര്യമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അർച്ചന ടീച്ചർ അവാർഡ് പടമാണല്ലേ? PN മേനോൻ്റെ ഡിലൈറ്റിലെ കളിച്ചിരുന്നത്. ഒന്നാം പ്രതി ഒളിവിൽ. ഷാനവാസാണോ? ഷാനവാസ്, റഹ്മാൻ, പിന്നെ അംബിക. ഇതൊരു ഒന്നാം പ്രതി ഒളിവിൽ ഒരു കുറ്റാന്വേഷണ കഥയാണ് അത്. അങ്ങനെ അല്ലേ? റഹ്മാന്, ഷാനവാസ് പറഞ്ഞ പ്രേം നസീറിൻ്റെ മകന്. തുടക്കത്തിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും അല്ലാതായി പോയി. മക്കളിൽ അങ്ങനെ കൂടുതലായിരുന്നു ശോഭിച്ചില്ല. അനുപല്ലവി ഇതൊരു നല്ല പാട്ടാട്ടോ, നല്ല പാട്ടും. ഈസ്റ്റ്മാൻ കളറാണ്. ഇത് മഞ്ചേരി നർത്തകിലും ഗാനമേ ഏതിൽ സ്വരം പൂവിടും ഗാനമേ ഈ വീണയിൽ നീ അനുപല്ലവി. നല്ല പാട്ടാണ്. എപ്പോഴും തന്നെ രവിമാറാണ് പാടുന്നത്. പിന്നെ വീട്. ഇത് ഏത് വർഷം അറിയോ? കാലഘട്ടത്തിൽ തന്നെയാണ്. വീടെന്ന് പറഞ്ഞാൽ വെള്ള വലിച്ച ചുമരുകളല്ല, ഭർത്താവിനും കുഞ്ഞിനും വേണ്ടി അതിനുള്ളിൽ ജീവിക്കുന്ന സ്ത്രീയുടെ നല്ല മനസ്സാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്ന മമ്മൂട്ടിയുടെ പെട്ടിയും കുട്ടിയും കാറും ആ സമയത്തുള്ള ഇതിനാണ്. റഷീദ് കാരാപ്പുഴയാണ് ഇതിൻ്റെ ഡയറക്ടർ. പക്ഷേ അത് റഷീദ് കാരാപ്പുഴയ്ക്ക് വലിയൊരു ചലനം ഉണ്ടാക്കാൻ കഴിയില്ല. പാസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പരാജനാണ് കഥ നിർമ്മാണ സംവിധാനം. തമ്പി കണ്ണന്താനം. എനിക്ക് തോന്നുന്നു തമ്പി കണ്ണന്താൻ്റെ ആ തുടക്കത്തിലുള്ള പടങ്ങൾ. പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ 2 കണ്ടിട്ടുണ്ടോ? സിനിമ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല. പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ 2 എന്താ പറയുക, അടുത്ത സുഹൃത്തുക്കൾ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് പല വിസ തട്ടിപ്പിന് ഇരയാവുന്നതും തിരിച്ചു വരുന്നതും അങ്ങനെയൊക്കെയുള്ളൊരു കഥയാണ്. നല്ലൊരു കഥയാണ്. പ്രേം നസീറും രചനയാണ്. മലപ്പുറം രചനയിലെ പ്രേം നസീറും മധു തച്ചോളി അമ്പോ. നല്ല കാശ് വാരി സിനിമയാണ്. പെരിന്തൽമണ്ണ സംഗീതയിൽ അല്ലേ? ഇപ്പോൾ ഈ സംഗീതം ഉണ്ടോ? സംഗീതമില്ല. ഇല്ല.
മലയാളത്തിലെ പ്രഥമ സിനിമാസ്കോപ്പ് അല്ലേ, ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം നവോദയയുടെ അപ്പച്ചൻ. ഇത് മോങ്ങം കവിതയിൽ ഇന്ന് മുതൽ അത് ഭൂമിദേവി പുഷ്പണിയായി. ഭൂമിദേവി പുഷ്പണിയായി. ഏത് വർഷമാണത് അറിയോ? 70കളുടെ അവസാനത്തിലോ? ധന്യ മധു 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 പ്രേംനസീറോ? മധുവാണ്. പെരുമാളിലാണ്, മലപ്പുറം പെരുമാളിൽ ശ്രീവിദ്യ, ശരത് ബാബു, മോഹൻലാൽ, നെടുമുടി വേണു, മീന മേനോൻ, ആലം മോഡൻ, ആറന്മുള പൊന്നുണ്ണി, സാരഥി, ബേബി സ്വപ്ന. മധു അല്ലേ? മോഹൻലാലാണ് അല്ലേ? ആ, മോഹൻലാലിൻ്റെ പരിവർത്തനം, നസീറിനാണ്. ഹൗസ്ഫുൾ, മഞ്ചേരി ശ്രീദേവി. പഠിച്ച കള്ളൻ പെരുമാളിൽ നവംബർ 14, 15, 16. പഠിച്ച കള്ളൻ. വാണിയമ്പലം റെയിൻബോ, അതും വാണിയമ്പലം ഭാഗത്ത്. നിങ്ങൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കളക്ട് ചെയ്യൽ? ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് നിങ്ങൾ കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ളത്? അതായത് മലപ്പുറം, മഞ്ചേരി കൂടുതലും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. പിന്നീട് ഇങ്ങനെയുള്ള ഓരോ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെയുള്ള കളക്ട് ചെയ്യുന്നതുകൊണ്ട് പിന്നെ നമ്മൾ പോകുമ്പോൾ ഈ സുഹൃത്തുക്കളോട് നിങ്ങൾ പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് കൊടുന്നു തരാറാണോ ഈ പോസ്റ്റർ? ആണല്ലേ? ചോദിക്കും. അത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാഷൻ, ഈ പോസ്റ്റർ കളക്ഷൻ ഉണ്ടായൊരു കളക്ട് ചെയ്ത് വെക്കേണ്ട ഒരു പാഷൻ എന്തായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്? പാഷൻ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ്റെ ഇതുള്ള കളക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ ഇങ്ങനത്തെ ഓരോന്ന് കിട്ടുമ്പോഴും നമ്മൾ അങ്ങനെ സൂക്ഷിച്ചു വെക്കും. അത് ശരിക്കും സൂക്ഷിക്കുന്ന പറഞ്ഞാൽ ഒരിടത്ത് മാത്രമാവില്ല, ചിലപ്പോൾ പുസ്തകങ്ങൾക്ക് ഇടയിലൊക്കെ ആയിരിക്കും. കിട്ടുന്ന സമയത്ത് അങ്ങനെ വെക്കും. പിന്നീട് ഇവിടെയൊക്കെ വരുമ്പോൾ അങ്ങനെ വേറെ ഭാഗങ്ങളിലേക്ക് മാറ്റി. അതാണ്. കൂടപ്പിറപ്പ്, ഇത് പിന്നെ നമ്മൾ നേരത്തെ സംസാരിച്ച് നമ്മുടെ പ്രേംനസീറിൻ്റെ അനിയൻ പ്രേം നവാസിൻ്റെ ഫസ്റ്റ് മൂവി അല്ലേ, 1958 1950 ഈ ക്യാമ്പിൽ അവസാനപ്പെടുന്നുള്ള ഉദ്ദേശിക്കണം എന്താണെന്നുള്ള ഈ സിനിമകളിലെ ഈ രാധാകൃഷ്ണ പൊളിക്കുന്നതിൻ്റെ ആയിരിക്കാം അല്ലേ? ചിലപ്പോൾ 1958 അതിൻ്റെ അവസാനത്തിലായിരിക്കും ചിലപ്പോൾ രാധാകൃഷ്ണ ടാക്കീസ് പൊളിച്ചിട്ട് ഇന്നത്തെ ശ്രീകൃഷ്ണ, അങ്ങനെ നമുക്ക് വിചാരിക്കാമല്ലോ. പിന്നെ അവരുണരുന്നു, തസ്കര വീരൻ അല്ലേ, സത്യൻ, രാഗിണി, തിക്കൃഷി, SP പിള്ള, ദേവസുന്ദരി, മിന്നുന്നതെല്ലാം പൊന്നല്ല. ഇതൊക്കെ ഒരു എന്താ പറയുക 1958 ആ സമയങ്ങളിലൊക്കെ ഉള്ള 50 ഇതൊക്കെ 58ആണ്. 2 തകഴിയുടെ അല്ലേ, PG ആൻ്റണി, മുത്തയ്യ, തിക്കൃഷി, കൊട്ടാരക്കര. അതെന്ന് പറഞ്ഞാൽ ഈ PG ആൻ്റണി എന്നൊക്കെ പറഞ്ഞാൽ നല്ല കഴിവുള്ള ഒരു ആക്ടറാണ്. മുത്തയ്യ, തിക്കൃഷി, പിന്നെ അതുപോലെ തന്നെ SP പിള്ള, ഇവരൊക്കെ അന്ന് സോമൻ, MG സോമൻ തന്നെ അല്ലത്. ഈ MG സോമൻ അന്ന് വലിയൊരു പ്രാധാന്യം ഇല്ല, പ്രായം വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ ബാലകൃഷ്ണൻ, ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തത്, എല്ലാറ്റിലും നമ്പറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. 37 എന്ന് പറഞ്ഞാൽ 90 ചില്ലറൊക്കെ ചില ഇതിലുണ്ട്. പിന്നെ അങ്ങനെ കുറേ നമ്പേഴ്സ്, ഇത് 33, പിന്നെ 19. ഇതൊക്കെ എന്താണ് ഈ നമ്പറിൻ്റെ ഉദ്ദേശം എന്താണ്? അത് അച്ഛൻ്റെ കൈവശം ഉണ്ടായിരുന്ന നോട്ടീസുകളുടെ എണ്ണം എത്രയാണോ അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടി എഴുതിയായിരിക്കും. അച്ഛനന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ട് ആ കളക്ട് ചെയ്ത് വെക്കുമ്പോൾ തന്നെ അച്ഛന് ഒരു ദീർഘ വീക്ഷണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് കണക്കോട്ടുന്നത്. 65. അപ്പോൾ അച്ഛൻ അത് ഓരോന്നും കളക്ട് ചെയ്തിട്ട് അതിൽ നമ്പർ ചെയ്തിട്ട് ഇത്രയും നോട്ടീസ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത്രയും നോട്ടീസുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ്. ഏതായാലും ഇത് നിങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് അടുത്ത തലമുറക്ക്. ഏതായാലും എല്ലാവിധ ഭാവുകങ്ങളും നിങ്ങൾക്ക് നേരുന്നു. നന്ദി. താങ്ക് യു.